എൻ്റെ പേര് അമ്പിളി. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വെള്ള വസ്ത്രം ധരിച്ച് ധവള ഭയങ്കര പ്രകാശിക്കുന്ന ഒരാൾ വന്നു നിന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്നോട് പറയാണ്, അമ്പിളി അമ്പിളി, ഞാൻ യേശുവാണ്. ഓ, അവളുടെ ആ സാക്ഷ്യം കേൾക്കണം. അത് കേട്ടപ്പോഴേ എൻ്റെ ശരീരം മുഴുവനും ഒരു പ്രഭാപൂരിതമായി. അങ്ങനെയാണ് അവൾ. ഇങ്ങനെ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളുണ്ട്. ഒരു ഫേമസ് സാക്ഷ്യം ഈ ഇടയ്ക്കൊക്കെ പലരും യൂട്യൂബിലൊക്കെ ഉണ്ട്. എന്താണ് അബി? നസീല ബീവി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സഹോദരിയുടെ സാക്ഷി കേൾക്കേണ്ടതാണ്. അവളെ കർത്താവ് നേരിട്ട് വന്ന് അവളെ ആ ശക്തി മുഴുവനും കൊടുത്ത് അവളെ ഭയങ്കര വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. മുസ്ലിമായ അവൾ എന്തെല്ലാം, അത് നിങ്ങളൊന്ന് കേൾക്കണം, നല്ലതാണത്. നസീല ബീബിയുടെ സാക്ഷ്യം അത് എൻ്റെ ഈ വീഡിയോയിലുണ്ടത്. സിസ്റ്റർ എൻ്റെ USB സ്റ്റിക്കിൽ നിന്നുള്ളതെല്ലാം കോപ്പി ചെയ്തില്ലേ, ആ വീഡിയോ അതിനകത്തുണ്ട്. നസീല ബീബിയുടെ ഒരു ഓഡിയോ ആണ്, വീഡിയോ അല്ല, ഓഡിയോ. ഭയാനകമാണ് അവരുടെ സാക്ഷ്യം. എന്തോ ഒരു ഭയാനകമായ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന് നേരിട്ട് അവരോട് എവാഞ്ചലൈസ് ചെയ്തൂടെ? നേരിട്ട് അവരോട് സംസാരിച്ചൂടെ? ഇല്ലയോ? ഇപ്പം ഇതെല്ലാം അക്രൈസ്തവരുടെ കാര്യമാണ്. അമ്പിളി, നസീല ബീബി, അവർ മുസ്ലിം സമുദായത്തിൽ എന്താണ്, ഒരു പ്രീസ്റ്റിൻ്റെ മകള്, അവളെ അവർ നേർച്ച നിറഞ്ഞേക്കണതാണ് പള്ളിക്ക് വേണ്ടി അവരുടെ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് കർത്താവ് വന്ന് അവളെ വിശ്വാസം കൊടുത്ത് അവളെ വലിയ ഒരു സുവിശേഷ പ്രവർത്തകയാക്കി മാറ്റി. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് അങ്ങനത്തെ കേസുകൾ അറിയാം, നേരിട്ടറിയാം. അവരാരും അറിയാതെ, നമ്മളാരും അറിയാതെ ഈശോ നേരിട്ട് പോയി സുവിശേഷം പറയുന്നുണ്ട്. മാതാവ് പറയുന്നുണ്ട്, വിശുദ്ധന്മാർ പറയുന്നുണ്ട്. ഈ വിശുദ്ധന്മാരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞതല്ലേ. ഒരിക്കലും ഒരു പെണ്ണ് എൻ്റെ അടുത്ത് വന്നു, എല്ലാ ദിവസവും ഒരപ്പാപ്പൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് എങ്ങനെയുണ്ട്? താടി മീശയുണ്ട്, മുടി, കയ്യിൽ ചെറിയ ദ്വാരമുണ്ട്, മുടിയൊക്കെ നല്ല വെളുത്തിരിക്കണം. ആരാണ്? പാദ്രിപ്പിയോ? കേട്ടോ, എല്ലാവർക്കും മനസ്സിലായി ഇത്രയും പറഞ്ഞ. പക്ഷെ അവൾക്ക് അറിഞ്ഞൂടാ ആരാണെന്ന്. ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ ഭയങ്കര സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിൽ, ഹിന്ദു രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് ഈ വിശുദ്ധന്മാർ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആരും അറിയാതെ. ഒരുപാട് പേര് രഹസ്യമായി കർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതിന് റിഡംറ്റോറിസ് മിസ്സിയോ ആണ് റെഫറൻസ്. അതിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. ദൈവമേ, അതിന് ഇങ്ങനൊരു അർത്ഥം കാറ്റ് പോലെയാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം തന്നെ നേരിട്ടോ മാലാഖമാരിലൂടെയോ വിശുദ്ധരിലൂടെയോ വിശ്വാസികളിലൂടെയോ അവരെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. അവരെ കർത്താവ് അവരോട് സന്ദേശം കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ഇപ്പം നമ്മൾ തനത് വിധി എന്ന് പറയുന്നത്, മരിക്കുന്ന സമയത്ത് തന്നെ ഒരാളുടെ ഭാഗധേയം നിർണയിക്കപ്പെടുന്നു. അതാണ് പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്. ഇത് ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് വ്യത്യാസമാണ്. ഇവരെല്ലാവരും വീണ്ടും ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിലുണ്ടാവും. അത് അവരുടെ പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് സെലക്ഷൻ നടന്നു. സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്. സ്വർഗത്തിലേക്ക് നേരിട്ടാകാം, ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആകാം. പ്രക്രിയ എന്ന് പറയും, ശുദ്ധീകരണ പ്രക്രിയ. ഓക്കെ. ഇനി അടുത്തത് സ്വർഗം. സ്വർഗം എന്നത് 1023 പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ
അടുത്ത പാരഗ്രാഫ്. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഒന്ന്, ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണത്. ആദ്യത്തെ പാരഗ്രാഫ് ഒന്നുകൂടി വായിച്ചേ. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം പൂർണ്ണമായ ഈ ജീവിതം കന്യാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ ഇനി കുറേ പാരഗ്രാഫുകളുണ്ട്, അത് നിങ്ങൾ വായിച്ചോ. അപ്പോൾ എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അതാണ് അന്ത്യവിധിയുടെ സമയത്ത് പറയുന്ന ഒരു കാര്യം, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ ദേശത്തേക്ക് നിങ്ങൾ വരുവിൻ. നമ്മൾ ആരെയും നരകത്തിൽ പോകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അത് നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് എഴുതിയിട്ടുണ്ട്. നമ്മളെല്ലാവരെയും പിതാവിൻ്റെ ഹൃദയത്തിലാകാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചേക്കണത്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കും. ഐ ഹോപ്പ് നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് ഉണ്ടെന്നാണ് ഇതുണ്ടെന്നാണ് വിചാരിക്കണം, ഉണ്ടാകണം. ഓക്കെ, ഇനി ആണ് ഏറ്റവും കോൺട്രവേഴ്സ്യലായിട്ടുള്ള സബ്ജക്റ്റ് ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലം 1030. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. ഇതൊരു പ്രിവിലേജ് ആയിട്ട് ചിന്തിച്ചൂടെ? എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ഉള്ള ജീവിതമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ സ്നാനം സ്വീകരിച്ചതാണ്. സ്നാനം സ്വീകരിച്ചതോടെ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറിയിരിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ദൈവമാണ് നടത്തേണ്ടത്. ഞാനൊരു പ്രജയാണ്, എനിക്കൊരു രാജാവുണ്ട്. അതുകൊണ്ട് എൻ്റെ ശുദ്ധീകരണം മുഴുവനും ഇവിടെ വെച്ച് നടന്നില്ലെങ്കിൽ അത് മരണാനന്തരം ശുദ്ധീകരണം എനിക്ക് കിട്ടാൻ എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. അടുത്ത വചനം വായിക്കാം, അടുത്ത പാരഗ്രാഫ് വായിക്കാം. ശ്രദ്ധിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ശ്രദ്ധിക്കണം, ഈ അന്തിമ ശുദ്ധീകരണത്തെ ആരുടെ? തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പ്രത്യേകിച്ച് അൽമായരുടെയും ഇതൊക്കെ ഇത് വിശദമായിട്ട് ഞാനിങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോഴാണ് അവർ അന്തം വിടുക. ഒരാൾ വന്നിട്ട് പറയണം, സമാധാനമായി, ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ഇൻ്റർവ്യൂ പോലെയാണ്. ഈ ഇൻ്റർവ്യൂ പാസ്സായാൽ സ്വർഗത്തിൽ പോകും, പാസ്സായില്ലെങ്കിൽ നരകത്തിൽ പോകും. എങ്ങനെയാണ് പലരും വിചാരിക്കുന്നത്? ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കടന്നില്ലെങ്കിൽ നരകത്തിൽ പോകുന്നതാണ് വിചാരിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലമോ അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോകുന്ന ആത്മാക്കൾ 100% സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ്. അവർ കണിശമായിട്ട് സ്വർഗത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ വിശ്വസിക്കണം, അവർ നരകത്തിൽ പോകില്ല. അവരെവിടേക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതാണ് അവിടെ പറയുന്ന ആദ്യത്തെ ഭാഗം. ഒന്നുകൂടി വായിച്ചത്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണത്തെ എന്ന് പറഞ്ഞാൽ എവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ? സ്വർഗത്തിലേക്ക്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. നരകത്തിനെ കുറിച്ച് തിരഞ്ഞെടുപ്പ് എന്ന് പറയില്ല. തിരസ്കരിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ
ശപിക്കപ്പെട്ടവരുടെ എന്നുള്ള ഉപയോഗം, ശപിക്കപ്പെട്ടവരുടെ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാൻ ഉള്ളവരുടെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, എലക്ട്, ദോസ് ഹു ആർ എലക്ട്, സ്വർഗഭാഗ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ അന്തിമ ശുദ്ധീകരണത്തെ, അവരുടെ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ത്രെന്തിലെയും സൂനകദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ്. സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെപ്പറ്റി പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് വായിക്കാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിലും അധിഷ്ഠിതമാണ് ഈ പ്രബോധനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പതിവിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ, യൂദാസ് മക്കബായൻ, പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പരിഹാര പ്രാർത്ഥനകൾ, സർവോപരി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സൗഭാഗ്യ ദർശനം പ്രാപിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം, ദണ്ഡവിമോചന പ്രാർത്ഥനകൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവയും സഭ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൽ ഡിസ്കഷൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. എന്തെങ്കിലും സീരിയസ് സംശയം ഉണ്ടെങ്കിൽ പറയും. എന്താ പറഞ്ഞേ? ഒന്ന് കാലയളവ് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, സ്വർഗത്തിലെ സമയവും ഭൂമിയുടെ സമയവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ ഈ കാലയളവെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ സംബന്ധിച്ച് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലയളവിന് വലിയ അർത്ഥമില്ല. കാരണം ദൈവത്തിന് ഈ ടൈം, ദർ ഈസ് നോ ടൈം. ഗോഡ് ഈസ് ബിയോണ്ട് ടൈം. ദൈവം സമയത്തിന് അതീതനാണ്. ദൈവം ആൽഫയും ഒമേഗയുമാണ്. ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കണം. അവിടുത്തെ ടൈം ടേബിൾ എങ്ങനെയാണ്, അവിടുത്തെ സമയം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നു. അവിടെ ചെന്നാൽ എന്ത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ അത് ശരിക്കും പഠിക്കണം. അടുത്തെന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ക്ലിയർ? എന്താണ്? ഇപ്പം ഈ ഗ്രിഗോറിയൻ കുർബാനയും ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാ കുർബാനയും ആരുടെ കുർബാനയാണ്? കർത്താവ് ഈശോ മിശിഹ അർപ്പിച്ച ബലിയാണ്. ആണോ അല്ലയോ? അതിൽ വേറെ സ്പെഷ്യാലിറ്റി വല്ലതും ഉണ്ടോ ആ കുർബാനയ്ക്ക്? എല്ലാ കുർബാന. അപ്പം നമ്മൾ അതിനൊരു നിയോഗം വയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടി നമ്മൾ ബലി അർപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സഹനസഭ, വിജയസഭ, സഹനസഭ അല്ലല്ല, പറയും. അതാണ് ആദ്യം വിജയസഭ പറയും. വിജയസഭ ആണ് സ്വർഗീയ, അത് സഭയുടെ ഭാഗമാണ്. അവരാണ് പ്രധാനം. സഭ എന്നത് നമ്മൾ ഇവിടെ കാണുന്ന ഒരു സ്ട്രക്ചറോ, ഇവിടുത്തെ പള്ളികളോ, ഇവിടുത്തെ വലിയ വലിയ കോൺഗ്രിഗേഷനുകളോ, വലിയ വലിയ പ്രസ്ഥാനങ്ങളോ അല്ല സഭ. സഭ ഒരു സ്പിരിച്വൽ ബോഡിയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിന് 3 തലങ്ങളുള്ളത്. പ്രധാന തലമാണ് വിജയസഭ. ഇവിടെ ജീവിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗീയ ഭാഗ്യത്തിലേക്ക് പോയിരിക്കുന്നവർ, അവരാണ് നമ്മുടെ പ്രധാന ആൾക്കാർ. പിന്നെ മറ്റുള്ളവർ ഈ പ്രോസസ്സിലാണ് എന്നുള്ളവർ, ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരെന്ന് പറയുന്നത്. അതിൻ്റെ ഈ വാക്കുകളാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. വാക്കുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം അതിൻ്റെ അക്ഷരാർത്ഥമല്ല. അതാണ് ശുദ്ധീകരണ സ്ഥലം. അക്ഷരാർത്ഥമാണോ അതിൻ്റെ അർത്ഥം? അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ബ്ലേഡ് കമ്പനിയുടെ കാര്യം പറഞ്ഞ മാതിരിയാണ്. ഓരോ നിൻ്റെയും അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത്. പിന്നെ ഇവിടെ തീർത്ഥാടന സഭ.
അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ അപ്പം മരിച്ചു, ഞാൻ കുർബാന ചെല്ലുമ്പോൾ ദേ അവിടെ എൻ്റെ അപ്പന് മാത്രം ഉണ്ടോ ആ അനുഗ്രഹം കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ ചെല്ലണേ? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ചെല്ലണത്? അത് ഈ ആത്മാക്കൾക്ക് എല്ലാവരും ഈ സ്വർഗഭാഗ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പൂർണ്ണ വിശുദ്ധീകരണം ആവശ്യമുള്ള ആ സഭ മുഴുവനും വേണ്ടിയാണ് ഈ കുർബാനയിൽ വരുന്നത്. ഇവിടെയുള്ളവർക്കും വേണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഗ്രിഗോറിയൻ മാസ് എന്ന് പറയുമ്പോൾ അത് ചെല്ലിയാൽ മാത്രമേ ആത്മാവ് അങ്ങനെ പോകുന്നില്ല. നമ്മൾ സാധാരണ കുർബാനയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും ആത്മാവിന് ശുദ്ധീകരണം നടക്കുന്നുണ്ട്. പിന്നെ അതിന് വേറെ ചില കാരണങ്ങളുണ്ട്, അത് പിന്നീട് കണ്ടുപിടിക്കണം. ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം, നല്ലതാണ്. ഈ കുർബാന പണമോ കുർബാനയ്ക്ക് കൊടുക്കണ പണം എന്ന് പറയുന്നത് ഈ കുർബാനയുടെ മൂല്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കണം ആദ്യം. ഞാൻ കുർബാന പണം കൊടുത്തു, കുർബാന അതൊന്നും ജീവിക്കണ കാലത്ത് അപ്പന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത ആൾ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ കുർബാന ചെല്ലിക്കുന്നുണ്ട്. കർത്താവ് കരുണയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർബാന പണമല്ല കുർബാന ഉണ്ടാക്കണത്. എങ്ങനെയാണ് പിന്നെ കുർബാന പണം ഉണ്ടായത്? ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ, ഒന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറേ ക്രിസ്ത്യാനികൾ ഉണ്ടായി. അവിടെ അവർ കുറേ പേര് അവിടെ എന്താ പറയുക കുടിയേറി. അങ്ങനെ ഒരു 100 കുടുംബക്കാർ വന്നു. അവർ പറഞ്ഞു, അപ്പോൾ നമ്മൾക്ക് എല്ലാവരും കൂടി ഒന്ന് തിരുമേനിയുടെ അടുത്ത് പോയി, ബിഷപ്പിൻ്റെ അടുത്ത് പോയി, നമുക്കൊരു പള്ളി വേണമെന്നും ഒരു അച്ഛനെ വേണമെന്നും പറയണം. ഓക്കെ, എന്നാൽ ശരി. അവരൊരു യോഗം കൂടി അതിൻ്റെ ഒരു പ്രതിനിധി സംഘം ഉണ്ടാക്കി. ഒരു 10 അംഗങ്ങൾ അവർ വന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ബിഷപ്പിൻ്റെ വികാർ ജനറലും ബിഷപ്പും അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് അങ്ങയുടെ ഡയസിസിൻ്റെ പരിധിയിലുള്ള കുറച്ച് ആൾക്കാരാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നവരാണ്, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാൻ ഞങ്ങൾക്ക് അവിടെ ഒരു പള്ളി വേണം, അതിനൊരു അച്ഛൻ വേണം. നല്ല കാര്യം, തരാം കേട്ടോ, ഞാൻ അതിന് വേണ്ട മാതിരി ചെയ്യാം, നിങ്ങൾ പള്ളിപ്പണി ആരംഭിച്ചോ, പള്ളിപ്പണിയൊക്കെ കഴിയുമ്പോഴേക്കും വന്ന് പറയും, ഞാൻ അച്ഛനെ വിട്ടു തരാം. ഓക്കെ, പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഈ അച്ഛന് വയറുണ്ടല്ലോ, ഈ അച്ഛന് വയറും അത്യാവശ്യം ഇച്ചിരി ചിലവൊക്കെ വേണ്ടി വരും. അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യോ ഇല്ലയോ? അത് പിന്നെന്താ, ഞങ്ങൾ 100 കുടുംബക്കാരുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വരുന്ന അച്ഛനെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ആണോ അല്ലയോ? അത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയേക്കണം. അവിടെ വരുമ്പോൾ അദ്ദേഹം പട്ടിണി കിടക്കരുത്, ഒരിക്കലുമില്ല പിതാവ്, ഒരിക്കലുമില്ല. ഞങ്ങൾ അത് നോക്കിയേക്കണം. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവർ വീണ്ടും കമ്മിറ്റി വിളിച്ചു കൂട്ടി. നല്ല വാർത്തയാണ്, അച്ഛനെ കിട്ടും, പള്ളി പണി ആരംഭിക്കാം. പക്ഷെ നമുക്ക് ഈ പള്ളിയുടെ കാര്യങ്ങൾ നോക്കാനും അച്ഛന് ഒരു ചെലവിനുമൊക്കെ ആയിട്ട് നമുക്കൊരു സംവിധാനം വേണം. അത് നമ്മൾ തന്നെ ആ കാശ് കൊടുക്കണം, നമുക്ക് വേണ്ടി വരുന്ന അച്ഛനല്ലേ. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം. അതിനെന്തായാലും നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ഓരോ ദിവസവും ഇത്ര കാശ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഒരു കുർബാനയ്ക്ക് ഇത്ര രൂപ വെച്ചും ഒരു കുമ്പസാരത്തിന് ഇത്ര രൂപ വെച്ചും ഒരു അനീതയ്ക്ക് ഇത്ര രൂപ വെച്ചും അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാം. അപ്പോൾ അതൊരു നേർച്ച പോലെ ആവൂലേ നമുക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സംവിധാനമാണത്. അതും ഈ കുർബാനയുടെ ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അതേ സമയത്ത് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കൊടുക്കുന്ന പൈസ വളരെ പുണ്യപ്പെട്ട ഒരു കാര്യത്തിനാണ്. ഇത്രയും പുണ്യപ്പെട്ടൊരു കാര്യം വേറെ ഉണ്ടോ? ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ഈ വൈദികനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നമ്മൾക്കും അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒരു ക്രയവിക്രയം നടക്കുന്നു. ഇതിപ്പോൾ ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്തു പോയാൽ തന്നെ ഈ അച്ഛൻ എവിടെ കൊണ്ടുപോകാനാണ് ഈ കാശ്? അപ്പോൾ അവിടെ വേറെ ഒരു പാവപ്പെട്ട അമ്മച്ചി വന്നിട്ട് പറയണം, അച്ഛോ 2 ദിവസമായിട്ട് വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ല. അയ്യോ എൻ്റെ മോളെ എന്നാ വാ ഇങ്ങോട്ട് വന്നിട്ട് ഈ കാശ് കൊണ്ടുപോയിക്കോ, നീ പോയിട്ട് കഞ്ഞി വയ്ക്കും. ഈ പൈസ അവർ ദരിദ്രരെയും പാവപ്പെട്ടവരെയും പഠിക്കാൻ കഴിവില്ലാത്തവരെയും ഇവരെയൊക്കെ സഹായിക്കുകയാണ് അവർ ചെയ്യണത്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയ അനുഗ്രഹങ്ങളാണ് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പലരും ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതെല്ലാ സംവിധാനത്തിനും ഒരു മൈനസ് പോയിൻ്റ് അങ്ങനെ ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ പ്ലസ് പോയിൻറ്റിന് ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ 33 കുർബാന ചെല്ലുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കുർബാന അർപ്പിക്കുന്നത് അതേ കുർബാനയാണ്, അതേ യേശുവിൻ്റെ ബലിയാണ്. ആ ബലിയുടെ അനുഗ്രഹം ലോകം മുഴുവനും കിട്ടുന്നു, പ്രത്യേകിച്ച് ഈ ആത്മാക്കൾക്ക്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു, ഈശോയുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന രാത്രി ഞങ്ങൾ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഈ ആത്മാക്കളെയും. അപ്പോൾ ഒന്ന് എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുമുണ്ട്, അതേ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ആത്മാക്കൾക്ക് വേണ്ടി. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ യേശുവിൻ്റെ ബലിയിൽ നിന്നുള്ള അനുഗ്രഹമല്ലേ അതിൽ കിട്ടുന്നത്. അപ്പോൾ ആ നിയോഗം വെച്ചുകൊണ്ട് ഒരച്ഛൻ തുടർച്ചയായിട്ട് 33 കുർബാന ഈ ഒരു നിയോഗം വെച്ച് അർപ്പിക്കുമ്പോൾ ആ കുടുംബത്തിന് തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടും. ഓക്കെ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് മുഴുവനും ശരിയാണോ അച്ഛോ? ഇത് പറഞ്ഞത് അച്ഛൻ ഇവിടെ നമുക്ക് റൂമിൽ യു അഗ്രി വിത്ത് മീ? ആ, താങ്ക് യു. അതാണ്. അപ്പം അതുകൂടി ഒന്ന് പറയാം. ഈ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? ആ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് എവിടെയാണ്? ഏതായാലും അതിൻ്റെ അർത്ഥം ഇതാണ്, സഭയ്ക്ക് ഒരു പൊതു ട്രഷറി ഉണ്ട്. ട്രഷറി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. സഭയുടെ ട്രഷറി എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയും സകല അപ്പസ്തോലന്മാരുടെ ഗുണങ്ങളും അവരുടെ സമർപ്പണങ്ങളും പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും മറ്റനേകർ ചെയ്ത നന്മ പ്രവൃത്തികളുടെ അനുഗ്രഹങ്ങളുടെ ഒരു സമ്പാദ്യമാണ് ട്രഷറി. ഈ നിക്ഷേപം നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ 1477. സൽക്കർമ്മങ്ങളും കൂടി ഉൾക്കൊള്ളുന്നു. അവയുടെ മൂല്യം യഥാർത്ഥത്തിൽ അതിബൃഹത്തും അളവറ്റതും ദൈവത്തിന് മുൻപിൽ നിത്യനൂതനവുമാണ്. കർത്താവായ ക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടർന്ന് അവിടുത്തെ കൃപയാൽ തങ്ങളുടെ ജീവിതങ്ങളെ പൗത്രീകരിക്കുകയും പിതാവ് തങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യം നിർവഹിക്കുകയും ചെയ്തവരാണവർ. ഈ വിധത്തിൽ അവർ തങ്ങളുടെ രക്ഷ നേടുകയും അതേസമയം ഭൗതിക ശരീരത്തിൻ്റെ ഐക്യത്തിൽ തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുന്നതിൽ സഹകരിക്കുകയും ചെയ്തു. അതായത് ഈ വിശുദ്ധന്മാരുടെ നന്മപ്രവൃത്തികളുടെ സമാഹാരമായ ഈ നിക്ഷേപം സഭയുടെ ഭൗതിക ശരീരത്തിൽ അനേകം വിശ്വാസമില്ലാത്തവരും പാപികളുണ്ട്. അപ്പോൾ ദ സെയിൻസ് അവരുടെ നന്മപ്രവൃത്തികളുടെ ഗുണം നന്മ ചെയ്യാത്തവർക്കും മറ്റുള്ളവർക്കും കൂടി ഒരുമിച്ച് കിട്ടുന്നു, അവർക്കും കൂടി അത് അനുഗ്രഹമായി മാറുന്നു. അതിൽ നിന്നാണ് ഈ ഇൻ്റലിജൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു ആശയമാണ്. ഇതങ്ങ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന മറ്റൊന്ന്. പുണ്യവാന്മാരുടെ ഐക്യത്തിലും കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യമെന്ന് പറഞ്ഞാൽ സഭ എന്ന ഈ ശരീരത്തിൻ്റെ എന്ന് പറയുന്നത് പുണ്യവാളന്മാരുടെയും വിശുദ്ധരുടെയും അശുദ്ധരുടെയും കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ 10 മക്കളുണ്ട്, അതിനകത്ത് ഒരുത്തൻ വലിയ വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ല, അവനൊന്നും ഇല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവനെ സഹായിക്കുമല്ലയോ? ഇപ്പോൾ ഈ ഫോറിനിലൊക്കെ പോണ ആൾക്കാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് അക്കരയ്ക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ സഹോദരന്, ഇല്ലേ? എന്ന പോലെ തന്നെ എല്ലാ വിശുദ്ധരുടെയും ആഗ്രഹം മറ്റെല്ലാവരും അവരോടൊപ്പം എത്തണം. അങ്ങനെ ആ കൂട്ടായ്മയുടെ ഒരു പൊതു നിക്ഷേപത്തിൽ നിന്ന് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ് ഇൻ്റലിജൻസിലൂടെയും സഭ മറ്റുള്ളവരെ സഹായിക്കുന്നത്. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് സമയം കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി. ഇനി അടുത്തതാണ് നരകം, 1033. പക്ഷേ ഇതൊന്ന് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ
പേടി മാറും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം സ്വർഗഭാഗ്യമുള്ള നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പൊരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. 1033 നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവിടുത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കർത്താവിൻ്റെ സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടുന്ന് നിന്ന് നാം വേർപെടുത്തപ്പെടുമെന്ന് അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനസ്തപിച്ച് ദൈവത്തിൻ്റെ ശ്രദ്ധിക്കണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. മനസ്തപിച്ച്, എല്ലാവരും നേരിട്ട് പറഞ്ഞ്, മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടും ഉള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. അങ്ങനത്തെ ഉള്ളൊരവസ്ഥ, അതൊരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ ഇപ്പം ചില ആൾക്കാരങ്ങനെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തെ തിരസ്കരിച്ച് ജീവിക്കുന്നവരെ ദൈവം കരുണ കാണിച്ചുകൊണ്ട് മറ്റ് ചില ആൾക്കാരുടെ പ്രാർത്ഥനകളിലൂടെ അവർക്ക് മാനസാന്തരം കൊടുക്കുന്നു. അതാണ് ഈശോ ഇന്നലെ നമ്മൾ ആ ഇടയൻ്റെ ആടിൻ്റെ കാര്യത്തിൽ മനസ്താപം ആവശ്യമില്ലാത്ത 99 മനസ്തപിക്കുന്ന ഒരു പാപിയോട് പേരിൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്. അനുതാപം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിച്ചു വരണവൻ. ആ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിനാണ് നമ്മുടെ ഈ സുവിശേഷ വേല മുഴുവനും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. അങ്ങനെ എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ആരെയും ദൈവം നരകത്തിൽ പോകാൻ വേണ്ടി പ്രീഡെസ്റ്റൈൻ ചെയ്യുന്നില്ല. അതേതാണ്? അതിൻ്റെ അടുത്ത പാരഗ്രാഫ്. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. നമ്പർ എത്ര? 1037. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും, അതായത് മാരകപാപം, അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചോളൂ. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ഈ മാർപ്പാപ്പയും 5 ലക്ഷം വൈദികരും എന്തോരം കർദിനാൾമാരും ഈ വിശ്വാസികളും അടങ്ങുന്ന ഈ വലിയ സഭ എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കുർബാനയിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ കുർബാനയ്ക്ക് വലിയ കാര്യമൊന്നും പറഞ്ഞില്ല, അതൊക്കെ അങ്ങനെയൊക്കെ
കുർബാനയിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. കുർബാനയിൽ ഈ ശുദ്ധീകരണാത്മാക്കൾക്കുള്ള പ്രാർത്ഥനയും നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആവലാതിപ്പെടാതിരിക്കുക, വിശ്വസിക്കുക, ശരണപ്പെട്. അതാണ് ഈശോ പറയണത്, ട്രസ്റ്റ് ഇൻ മീ, യു ട്രസ്റ്റ് ഇൻ മീ. ഞാൻ ഇവരെയൊക്കെ കൊണ്ടുപോകും. നിങ്ങൾ എൻ്റെ കരങ്ങളായിട്ട്, എൻ്റെ മുന്തിരിച്ചെടിയുടെ ശാഖകളായിട്ട് എൻ്റെ കൂടെ നിന്നാൽ മതി നിങ്ങൾ. തോമസ് പോൾ പറയുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ടില്ലേ? ഇത് കഴിഞ്ഞ് പുറത്താരെങ്കിലും ചെല്ലും പറയുമ്പോൾ നോക്കിക്കോട്ടോ. ഇതൊക്കെ ഇപ്പോൾ എപ്പോഴും ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൊച്ചു പുസ്തകം നിങ്ങളുടെ ആരെങ്കിലും കൊണ്ടുവന്ന് തരും, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ വേറൊരു പുസ്തകം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരു പേജിൽ ഈ CCCയിലെ ഇതെല്ലാം എഴുതിയിട്ട് അതിൻ്റെ എഴുതിയിരിക്കുകയാണ്. CCCയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ അപ്പോൾ ഈ കുറച്ച് എഴുതിയേക്കണം എന്തുകൊണ്ടാണ്? പിന്നെ എന്തോരം എഴുതണം? അത് സത്യമായിട്ടുള്ള എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരുപാട് പ്രൈവറ്റ് റെവലേഷൻസ് വരച്ചു വെച്ച് മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. കർത്താവ് സുവിശേഷം മുഴുവനും പറയുന്നതും വിശുദ്ധ കുർബാനയിൽ ഉടനീളം പറയുന്നതും സമാധാനം നമ്മുടെ കൂടെ. ഒരു സമാധാനം ഇല്ലാണ്ട പറയണതേ, സമാധാനം നമ്മോട് കൂടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്തും പറഞ്ഞുകൊണ്ടാണ് വന്നേക്കണേ? സമാധാനം. ഞാനെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു, നിങ്ങൾ സമാധാനപ്പെടുക. അങ്ങനെ സമാധാനത്തിൻ്റെ രാജാവാണ് എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഞാനിത് പറഞ്ഞ് ഇച്ചിരി കൂടി പോകാൻ തോന്നുന്നു. ഞാൻ നിർത്താം. അടുത്ത് ഇനി അന്ത്യവിധിയിലേക്ക് പോകാം. ഇതാണ് പേടിപ്പിക്കുന്ന മറ്റൊരു വിഷയം. എന്താണ് അന്ത്യവിധി? വായിച്ചോളൂ. 1939 40 ഇല്ല 38, 1900 അല്ല 1938. അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനമുണ്ടാകും. കണ്ടോ? ഒരു സെൻറ്റൻസേ ഉള്ളൂ, പക്ഷെ എന്താണ് ആ സംഭവം എന്ന് ആലോചിച്ച് നോക്കി. അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനമുണ്ടാകും. കബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂറായിരിക്കും അത്. അപ്പോൾ ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ സകല മാലാഖമാരോടും കൂടെ വരും. അവിടുത്തെ മുൻപിൽ എല്ലാ ജനതകളും ഒന്നിച്ചു കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തും നിർത്തും. ഇവർ നിത്യശിക്ഷയിലേക്കും എന്നാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. നിങ്ങൾ എവിടെയായിരിക്കും? ഇടതുവശത്തോ വലതുവശത്തോ? സംശയമുണ്ടോ? പിന്നെ എന്തിനാ വിഷമിക്കണേ? ആരെങ്കിലും ഇടതുവശത്ത് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. നമ്മൾ ഇത്രയും നാളും കർത്താവിന് വേണ്ടി കോൺസെക്രേറ്റഡ് ലൈഫ്, ജീവൻ അർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ഇതിനു വേണ്ടിയാണ്. കർത്താവേ ഇതുണ്ടോ, ഒന്ന് കുരിശ് വരച്ച എല്ലാവരും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഇപ്പോൾ ഇതിന് പല ഇൻ്റർപ്രിട്ടേഷനുണ്ട്. ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്, പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്തു? ഇടതുവശത്തുനിന്ന് വലതുവശത്തേക്ക് ആക്കി. കണ്ടു? അതെനിക്കറിയാം ഇവിടെ വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്കാണെന്ന്. പക്ഷേ അതിൻ്റെയും ഇംപ്ലൈഡ് മീനിങ് ഇതാണ്. അതായത് വലതുവശത്ത് ആകാനുള്ളവരാണ് നിങ്ങളെവിടെ ആവാനുള്ളവരാണ്? വലതുവശത്ത്. അപ്പോൾ ഇടതുവശം വലതുവശം എന്ന് പറയണത് ഭയങ്കര ഒരു പോയിൻ്റാണ്. കർത്താവ് ഈശോ മിശിഹ മരിച്ച സമയത്ത് തന്നെ ഈ സംഭവം അവിടെ ഉണ്ട്. എന്തുണ്ട്? വലതുവശം ഇടതുവശം ഉണ്ട്. ഇപ്പോൾ ഉടനെ ചോദിക്കണം, അയ്യോ മറ്റവൻ എവിടെ പോയി എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം. ഇപ്പോൾ പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷത്തിൽ നടത്തിയ ഒരു പ്രഭാഷണം ഞാൻ ഓർക്കുകയാണ്. പറയാണ്, നിങ്ങൾ ഈ അന്ത്യദിനത്തെക്കുറിച്ച് ഭയപ്പെടുകയല്ല വേണ്ടത്, ഒരുങ്ങണം, രാജകീയമായ മഹത്വം അണിയാൻ വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ പിതാവ് പറയാണ്,
2 അഡ്വക്കേറ്റുമാർ നിങ്ങളുടെ കൂടെ ഉണ്ടായും. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ 2 അഡ്വക്കേറ്റുമാരുണ്ടാവുന്നു. ആരൊക്കെയാണത്? യേശുവും പരിശുദ്ധാത്മാവും. ഇപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഇപ്പോൾ എൻ്റെ അന്ത്യവിധി നടക്കണമെന്ന് വിചാരിച്ചോ? എൻ്റെ പേര് വിളിക്കപ്പെട്ടിരിക്കുന്നു, കൊടിയൻ തോമസ് പോൾ. യെസ്, ഞാൻ ഓടി വന്ന ഉടനെ ആര് വരും അവിടെ? എൻ്റെ 2 അഡ്വക്കേറ്റുമാർ ഓടി വന്നു. ഞാനൊന്നും പറയണ്ട, എൻ്റെ വക്കീലന്മാർ കാര്യം പറയും. എൻ്റെ വക്കീൽ നമ്പർ 1, അഡ്വക്കേറ്റ് നമ്പർ 1 പറയാണ്, ഐ ആം ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഈശോ മിശിഹ പറയാണ്, ഈ തോമസ് പോൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് പാപങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാത്തിനും പരിഹാരം ഞാൻ കുരിശിൽ ഏറ്റെടുത്തു. അതിവൻ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ പാപമെല്ലാം നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ക്യാൻസലായി. ഇപ്പോൾ ഇതൊന്നുമില്ല. ശരിയാണോ ഇല്ലയോ? അത് ഓർമ്മ പോലുമില്ല. അതുകൊണ്ട് അവനെ നീതീകരിച്ചിരിക്കുന്നു. അവന് നീതിയുടെ വെള്ളവസ്ത്രം അണിയിച്ചാലും. അപ്പോൾ ഉടനെ മാലാഖമാർ പെരപെരപെരപെന്ന് പറഞ്ഞ് പാട്ട് പാടി എന്നെ അങ്ങ് സന്തോഷിപ്പിച്ചു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അഡ്വക്കേറ്റ് നമ്പർ 2 ഹോളി സ്പിരിറ്റ്. ഇത് കണ്ടില്ലേ? ഹോളി സ്പിരിറ്റ് ഓടി വന്നോട്ട് പറയാണ്, ഈ തോമസ് പോൾ ജീവിച്ചിരുന്ന കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ നമ്മുടെ സ്വർഗത്തിലേക്ക് നേടിയിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും ഒരു ഗോൾഡ് മെഡലും ഒരു കിരീടവും ധരിപ്പിച്ച് ഹല്ലേലൂയ. ഇപ്പോൾ മാലാഖമാരുടെ ഒരു വൃന്ദം ഗാനമാലപിച്ചുകൊണ്ട് രാജകുമാരി സ്വർണ്ണക്കച്ച ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാർ എന്നെ അങ്ങ് പൊക്കി അങ്ങ് കൊണ്ടുപോയി അങ്ങ് അവസ്ഥയ്ക്ക്. ഉണ്ടായിരുന്ന അമ്മച്ചയ്ക്ക് നിങ്ങളൊക്കെ ഉണ്ടാവും, എൻ്റെ കൂടെ വിഷമിക്കൊന്നും വേണ്ട. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോകാനാണ് മഹാരാജാവ് വരുന്നത്. നമ്മൾ ആരാണ്? സഭ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി. എല്ലാ കുർബാനയിലും പറയണതാണ്. ഈ അണിഞ്ഞൊരുങ്ങി മണവാട്ടിയായ സഭയെക്കുറിച്ചാണ് 45-ാം സങ്കീർത്തനം പറയുന്നത്. രാജകുമാരി സ്വർണ്ണക്കസ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കും. അവൾ എന്ന് പറയുമ്പോൾ ഈ ഞാനും കൂടി അതിനകത്ത് ഉണ്ട് കേട്ടോ. എന്താണ് ഈ അവൾ എന്ന് പറയുന്നത്? ആരാണ് ഈ മണവാട്ടി? സഭയാണ്. എന്താണ് വർണ്ണശബളമായ അങ്കി? അത് ഉയർത്തെഴുന്നേറ്റ ആത്മീയ ശരീരമാണ്. അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റു. എന്ത് ശരീരം അണിഞ്ഞു ഉയർത്തെഴുന്നേറ്റു? മഹത്വമേറിയ ശരീരം, മഹത്വമേറിയ ആത്മീയ ശരീരം അണിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് അന്ത്യവിധി. ഈ സമയത്ത് ഇടതുവശത്ത് ആരുണ്ടാകും? പറയും. അവിടെ പിശാചും പിശാചിൻ്റെ ദൂതന്മാരും തീർച്ചയായിട്ടും ഉണ്ടാവും. കർത്താവ് ഈശോ മിശിഹ തൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത ഒറ്റ മനുഷ്യനും അവിടെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പിന്നെ കർത്താവ് രാജാവാണോ? പറയും നിങ്ങൾക്ക് എന്ത് വേണം? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. യെസ്.
അതെല്ലാം സിംബോളിക്കാണ്. അതാണ്, ഇതെല്ലാം പ്രതീകാത്മകമാണ് ഈ നമ്പറൊക്കെ. ഇപ്പം നമ്മൾ 10,000 പ്രാവശ്യം ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, എന്നിട്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ 10,000 പ്രാവശ്യം എന്നാണോ അതിൻ്റെ അർത്ഥം? പക്ഷെ എന്നിരുന്നാലും ഈ നമ്പേഴ്സിന് അർത്ഥമുണ്ട്. ആ നമ്പർ അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അതിൻ്റെ മുഴുവൻ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതെ, അതെല്ലാത്തിനെയും ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നും വെളിപാട് പുസ്തകം വായിക്കാൻ പേടിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 പുസ്തകം, ഒന്ന് ഉൽപ്പത്തി പുസ്തകവും വെളിപാട് പുസ്തകവും, ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ ഒറ്റ വാക്യവും എടുക്കരുത്. അതിന് അതിവിസ്മരണീയമായ ആന്തരിക അർത്ഥമുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അത് നമുക്കിപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട്, അത് വായിക്കാൻ എനിക്ക് സമയവുമില്ല. അപ്പോൾ നമ്മൾ സമയമാകുമ്പോൾ ഇത്രയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാം. ഇത്രയെങ്കിലും മനസ്സിലാകണം. സത്യം പറയാണ്, വെളിപാട് പുസ്തകത്തിൻ്റെ വാക്കുകൾ എടുത്ത് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കത് ഒട്ടും മനസ്സിലാവില്ല. നമ്മൾ മനസ്സിലാകാത്ത ഒരു കാര്യം കുറേ സംസാരിച്ചാൽ എന്താ, ദാറ്റ് വിൽ ബി റോങ്. അപ്പോൾ അത് ഒരുപക്ഷെ കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കി തരുമായിരിക്കും. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞാൻ ഇത്രയും 5 ദിവസം പറഞ്ഞതിൽ വെളിപാടിൻ്റെ ഏതെങ്കിലും ഒരു വചനം ഞാൻ പറഞ്ഞോ? എന്നെ അങ്ങോട്ടേക്ക് നയിക്കുന്നില്ല, തൽക്കാലത്തേക്ക് നയിക്കുന്നില്ല. എന്നോട് പലതും പറയും, തോമസ് പോൾ അതൊന്നും പഠിക്കുക. എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവല്ല എന്നെ പഠിപ്പിക്കണേ. ഓരോന്നിനൊരു സമയമാവും. പക്ഷെ ഇത്രയും എനിക്കറിയാം, അത് ഭയങ്കര സംഭവമാണ്. അവിടേക്ക് തുടരുന്നതിന് മുമ്പ് ഞാൻ തന്നെ കുറേ കൂടി ജ്ഞാനത്തിൽ വളർന്നാലേ അങ്ങോട്ടേക്ക് എത്തി നോക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി അന്ത്യവിധി കഴിഞ്ഞു. അന്ത്യവിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവണേ? പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാണ് നമ്മൾ പാടുന്നത്. പണിയുന്നോർസ്ലേം നഗരീ, ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർസ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിന് 1000 വർഷം മുമ്പ് ഈ യുഗാന്ത്യം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്ന ഈ പുതിയ ഓർസ്ലേമിനെ കുറിച്ചാണ് സങ്കീർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ പാടിയ 65-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിൽ പാടിയതെല്ലാം ഈ പുതിയ ഓർസ്ലേം നഗരിയിലുള്ള ആ സമൃദ്ധിയുടെയും, സമൃദ്ധി എന്ന് പറഞ്ഞാൽ ആത്മീയമായ വലിയ രഹസ്യങ്ങളെക്കുറിച്ചാണ്. അത് ഉൽപ്പത്തി വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഇതുണ്ടോ ആ 21-ാം അധ്യായത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഈ രക്ഷിക്കപ്പെട്ട് ഈ രാജകീയ മഹത്വം അണിഞ്ഞ് അവരെല്ലാവരും ചേർന്ന് പുതിയ ഒരു ലോകമുണ്ടാകുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് പറയുന്നത് വളരെ മിസ്റ്റിക്കലായിട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഈ ഭൂമിയെല്ലാം പോകും എന്നെല്ലാം പറയണതിന് വളരെ ഈ ഈശോ വീണ്ടും വരുമ്പോൾ സൂര്യനേക്കാൾ 100 മടങ്ങ് ശോഭയോടെ വരും. സൂര്യൻ ഇല്ലാണ്ടാകും, ചന്ദ്രൻ പോകും എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് രാത്രിയാകുമ്പോൾ ഉണ്ട്, റോട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഒരു ദിവസം ആ ലൈൻമാൻ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി വിചാരിച്ചോ. പകല് 9 മണി ആയപ്പോഴേക്കും 8 മണി ആയപ്പോഴേക്കും നല്ല സൂര്യോദയമായി. സ്ട്രീറ്റ് ലൈറ്റ് ഓണാണ്, പക്ഷെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് വല്ലതും കാണുന്നേ ഇല്ല. എന്ന മാതിരി കർത്താവ് ഈശോ മിശിഹായാകുന്ന ആ സൂര്യനേക്കാൾ 100 മടങ്ങ് പ്രഭയുള്ള സൂര്യൻ ഉദിക്കുമ്പോൾ മറ്റ് സൂര്യനൊന്നും ഇല്ലാതാവും, അതിന് പ്രഭയില്ല. നക്ഷത്രം പോട്ടെ, അങ്ങനെയുള്ള ചില മിസ്റ്റിസിസമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം ആകാശം ഇടിഞ്ഞു വീഴും, സൂര്യൻ ഇടിഞ്ഞു വീഴും. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. അതാണ് ചില സിനിമകൾ കാണിക്കുമ്പോൾ അത് പറഞ്ഞേക്കണത് ശരിയാണ്, അതൊക്കെ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞേക്കണം. സുനാമിയിലെ ചിത്രം കാണിച്ചിട്ട് ഈ സുനാമി മാതിരിയൊക്കെ പോകും. അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അതെല്ലാം ഒരു മിസ്റ്റിക്കലായിട്ടുള്ള
വിസ്മയനീയമായൊരു രൂപാന്തരീകരണമാണ്. പ്രകൃതി മുഴുവനും രൂപാന്തരപ്പെടും. അത് നാശത്തിനായിട്ടല്ല, നിൻ്റെ നന്മയ്ക്കായിട്ടാണ്. ആ അർത്ഥത്തിലാണ് ആ ജെറമ്യായിലെ വചനം നമ്മൾ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെന്തിനുള്ള പദ്ധതിയാ? നിൻ്റെ നാശത്തിനുള്ള പദ്ധതി അല്ല, നിനക്ക് ശുഭകരമായ ഭാവി നൽകുന്ന പദ്ധതിയാണ്. തൽക്കാലം നമുക്കിവിടെ നിർത്താം, ഇല്ലേ? നമ്മൾ ക്ഷമിക്കണം, എൻ്റെ സമയത്തിൻ്റെ സകല കൺട്രോളും വിട്ടുപോയി. ഇത്രയും ദിവസം ഒരുവിധമൊക്കെ ഞാൻ മാനേജ് ചെയ്ത് വന്നു. അത് ഈ വീഡിയോ കാണിച്ചതിലാണ് പോയത്, അതെൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. സാരമില്ല, എന്നോട് ക്ഷമിക്കണം. ഇനി മാത്രമല്ല, എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെല്ലാ ശുശ്രൂഷകളെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് എല്ലാ ശുശ്രൂഷകളോടുമുള്ള സമീപനം ഇതാണ്. എന്താണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്? ഇതാണ്, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടി വ്യത്യസ്ത ശുശ്രൂഷകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ ശുശ്രൂഷകളെയും വിമർശിക്കുന്നില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും വിമർശിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ഉള്ള ഒരു ചിന്ത എനിക്കില്ല. പക്ഷേ അതേ സമയത്ത് സഭയുടെ പ്രബോധനങ്ങൾ അധിഷ്ഠിതമായി നമ്മൾ വളരുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ പിന്നിടണം. ഞാൻ പറഞ്ഞു, പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞിരുന്നതൊന്നുമല്ല ഇപ്പം ഞാൻ പറയണേ. ഇപ്പം നിങ്ങൾ കുറേ എൻ്റെ ധ്യാനം കേട്ടിട്ടുള്ളവരില്ലേ? അന്നത്തെ തോമസ് പോളിൻ്റെ ധ്യാനമാണോ ഇത്? പറയും, വ്യത്യാസമുണ്ടോ ഇല്ലയോ? അന്നൊക്കെ ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം കർത്താവ് കാണുന്നു, അയ്യോ എന്തെല്ലാം കൂകി വിളിച്ച് പ്രാർത്ഥിച്ച്. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാരണം അധ്വാനിക്കുന്നവരും പാവം ചുമക്കുന്നു എന്നൊക്കെ പറയണത് ഇതിൻ്റെ കാര്യമല്ല, നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ മേഖലയാണ്. അതുപോലെ തന്നെ കാനായിലെ കല്യാണത്തിൽ മാതാവ് ആ വീട്ടിൽ വന്ന് ഇടപെട്ട്, നമ്മുടെ വീട്ടിൽ ബിരിയാണി നഷ്ടപ്പെട്ടു പോയാൽ, കല്യാണ വിരുന്നിൽ ബിരിയാണി തീർന്നു പോയാലത്തെ അവസ്ഥ എന്താ എന്ന മാതിരി മാതാവ് നമ്മുടെ കല്യാണത്തിൽ ഇടപെട്ടു. ഇതൊന്നും ഞാനിപ്പോൾ പറയാറില്ല. കാരണം മാതാവ് പറഞ്ഞത്, പഴയ വീഞ്ഞ് തീർന്നു, പഴയ നിയമം കഴിഞ്ഞു മോനെ, ഇനി നിൻ്റെ പുതിയ വീഞ്ഞ് എടുക്കടാ, സമയമായി. ആ അർത്ഥത്തിലാണത് കാണേണ്ടത്. അതായത് യേശുക്രിസ്തുവിലൂടെയുള്ള രൂപാന്തരീകരണത്തിൻ്റെ പുതിയ സൃഷ്ടിയാവുന്നതിന്. അപ്പോൾ ആ സബ്ജക്റ്റ് വെച്ച് നമ്മളിപ്പോൾ നീങ്ങുന്നു. നമ്മളൊരു 15 മിനിറ്റ് ഇടവേളയാണ്. എന്നിട്ട് നമ്മൾ ഉടനെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ചുകൊണ്ട് അഭിഷേക പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നു. താങ്ക് യു.